മൂന്നാമത് നമ്മൾ തുടരുക. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ വെസ്ലി എന്ന ഈ ദൈവദാസനിലൂടെ ക്രൈസ്തവ സഭ മനസ്സിലാക്കിയ പല സത്യങ്ങളിൽ ഒരു സത്യം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതായ സത്യങ്ങളിൽ ഒന്ന്, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മെ ബോധ്യം വരുത്തും, വീണ്ടും നമ്മളെ ഉറപ്പിക്കുന്നു. അതിൽ ഉറപ്പിക്കുക, ദി അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു. എന്താണ് വിശുദ്ധീകരണം? വിശുദ്ധീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം കൂടുതലായി പ്രോഗ്രസീവ്ലി ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നതാണ് നാം ഈ വിശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. സാധാരണഗതിയിൽ വിശുദ്ധീകരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അതിനെ പൊസിഷനിലായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പൊസിഷനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം കർത്താവിന് വേണ്ടി എന്തു ചെയ്യുന്നു? വേർതിരിക്കപ്പെടുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്നതൊക്കെ അതിനെയൊക്കെ ദിനത്തിന് ശുദ്ധീകരിപ്പിൻ, ആഹരോനെയും മക്കളെയും ശുദ്ധീകരിപ്പിൻ, അല്ലെങ്കിൽ ഈ പാത്രം ശുദ്ധീകരിപ്പിൻ എന്നൊക്കെ പറയുമ്പോൾ അത് കർത്താവിൻ്റെ വേലയ്ക്ക്, ദേവാലയത്തിലെ വേലയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കപ്പെടുക എന്ന ഒരു വളരെ എന്താ പറയണ്ടേ, നേരോ സങ്കുചിതമായ ഒരു ചിന്തയാണ്. അപ്പോൾ അതിനുവേണ്ടി വേർതിരിക്കപ്പെടുന്ന വ്യക്തിയോ ഉപകരണങ്ങളോ എപ്പോഴും എന്തായിരിക്കണം? ആ ഒരൊറ്റ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലേ? അപ്പോൾ അങ്ങനെ വേർതിരിക്കപ്പെടുന്ന നമ്മളെ സ്ഥാനം നമ്മൾ ദൈവത്തിൻ്റേതാണ് എന്നുള്ള ഒരവസ്ഥ ഉണ്ട്. പക്ഷേ വെസ്ലിയൻ കാലഘട്ടത്തിന് ശേഷം നാം മനസ്സിലാക്കിയ വേറൊരു വിഷയം അത് മാത്രമല്ല, നമ്മൾ കൂടുതലായി ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരനുഭവമുണ്ട്. അത് സത്യത്തിൽ വെസ്ലി ഒന്നുമല്ല പഠിപ്പിച്ചത്, അത് ആരംഭത്തിലെ ക്രൈസ്തവ എല്ലാ കാലവും പഠിപ്പിച്ചിട്ടുണ്ട്. യാക്കോബ ഓർത്തഡോക്സ് സമുദായങ്ങളിൽ അവരതിന് തിയോസിസ് എന്ന് വിളിക്കും, അതായത് ദൈവ രൂപത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അത് എത്ര പേർക്ക് കഴിയും എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ഇതിനെ ചില പെന്തക്കോസ്ത് സഭകൾ കൃപയുടെ രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് ഇതിനെ വിളിക്കാറുണ്ട്. വിശുദ്ധീകരണം. രക്ഷ ഒന്നാമത്തേത്, രക്ഷാസ്നാനം ഒന്നാമത്തേത്, 2 വിശുദ്ധീകരണം. അത് കഴിഞ്ഞുള്ളൊരു അനുഭവമാണ് എന്തായിട്ട് കാണുന്നത്? നിറവ്, ആത്മസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാണ് 3rd ഗ്രേസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എണ്ണിയിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം 2ആണോ 3ആണോ 4മത്തെയാണെന്നൊന്നും. അതായത് കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ നാം വളരും തോറും, ആത്മീയമായി വളരും തോറും ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന, ക്രിസ്തുവാണ് വിശുദ്ധിയുടെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്. അതുകൊണ്ടല്ലേ യേശുവിനെ പോലെയാകാൻ ഒരു പാട്ടുണ്ട്, നാഗൽ സാഹിബിനെ തോന്നുന്നു, യേശുവെ പോലെ ആകുവാൻ, അല്ലേ? യേശുവിൻ വാക്ക് കേൾക്കുവാൻ, യേശുവെ പോലെ ആകുവാൻ, എന്നിട്ട് പോലെ അത് പഠിച്ച് ഓരോ യേശുവിനെ ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. പിന്നെന്താ പറയുന്നത്? ഉറപ്പിക്കുക എന്നെ നാഥ എന്ന് പറയുന്നത്. അതുപോലെ നാഗൽ സാഹിബിൻ്റെ പാട്ടാണ് എന്നെ യേശുവിൻ നിൻ്റെ രൂപമെത്ര, അല്ലേ? അതിൽ യേശുവിൻ്റെ ഓരോ ഗുണങ്ങളും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ആക്ക എന്ന് പറയുന്നത്. കാരണം അവരെല്ലാം ഈ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നവരാണ്. ഏത് പാരമ്പര്യത്തിൽ? ദൈവത്തിനോട്, കർത്താവിനോട് അനുരൂപമാകുന്ന, അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ഒരു അനുഭവം വിശ്വാസികൾക്കുണ്ട്. വെസ്ലിയും തുടർന്നുള്ള പെന്തക്കോസ്തരും പറഞ്ഞത് ഈ അനുഭവം സാധ്യമാക്കുന്നത് ആരാണെന്നാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന്. അതായത് അതുകൊണ്ട് നമ്മൾ നേരത്തെ വായിച്ച വാക്യം, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധ്യം വരുത്തും. നാം മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ
പെർഫെക്റ്റാ, ഞാൻ വിശുദ്ധൻ. ആ യെസ്, നമ്മുടെ പിതാവ്, സ്വർഗീയ പിതാവ് സൽഗുണ നിങ്ങളും സൽഗുണ സമ്പൂർണ്ണ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, 1 തെസ്സലോനിക്കർ 5:23. യെസ്, കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പ്രോസസ്സിനെ കുറിച്ചാണ്. ഏതാ? ഒരു വിശുദ്ധീകരണം എന്നുള്ള ഒരു പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കണം. ഒരു ഒറ്റ ദിവസം നടക്കുന്നതല്ല. നമ്മൾ ഒരു വേർപാടെന്ന് പറയത്തില്ലേ, അതായത് ഒരു സാധനത്തെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് മാത്രം എന്താകുന്നില്ല, വിശുദ്ധീകരണം ആകുന്നില്ല. നമ്മൾ പലർക്കുമുള്ള ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാമുദായിക സഭകൾ വിട്ടാൽ വിശുദ്ധീകരണം പൂർണ്ണമായെന്നാണ്, സ്നാനപ്പെട്ടാൽ കൽപ്പന പൂർണ്ണമായെന്നാണ്. ഇല്ല, കർത്താവിൻ്റെ കൽപ്പനകളിൽ ഒന്നാണ് സ്നാനം. അത് കൽപ്പനകളുടെ അവസാനമല്ല, അത് കർത്താവിൻ്റെ കൽപ്പനകൾ പിന്തുടർന്ന് ജീവിക്കുമെന്നുള്ളതായ പത്രോസ് പറയുന്നത്. അത് ശുദ്ധ മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ് സ്നാനം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, ഇനി എന്താ വേണ്ടേ? ഞാൻ ശുദ്ധ മനസ്സാക്ഷിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായി സ്നാനത്തിലൂടെ നിന്നാണ്. അപ്പോൾ അത് കൽപ്പനകളുടെ അവസാനമൊന്നുമല്ല, കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു സമർപ്പണം മാത്രമാണ് എവിടെ നടക്കുന്നത്? വിശ്വാസ സ്നാനത്തിനാണ് നമ്മൾ സമർപ്പിക്കുക. ഞാൻ നിൻ്റെ കൽപ്പനകൾ അനുസരിക്കും, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ വചനത്തിനനുസരിച്ച് ഞാൻ ജീവിക്കാം എന്ന് ഉള്ള സമർപ്പണം. അങ്ങനെ വരുന്ന ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുകയല്ല. പൗലോസ് പറയുന്നു, അവർ തന്നെ യജമാനനെ കൊള്ളാകുന്ന പാത്രങ്ങൾ എന്ത് ചെയ്യുന്നു? തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അല്ലേ? കൊള്ളാവുന്ന പാത്രങ്ങളായി വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു പ്രക്രിയയിൽ സാധിക്കുന്ന ആരാണ് അതിനെ സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ സഹായം. സ്വയമായി നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പം ഈ പാപത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ഉള്ള ബോധ്യം നമ്മൾക്ക് തരികയും നമ്മെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് വേണ്ടി ദൈവത്തിനെ കൊള്ളാകുന്നവരായി വിശുദ്ധീകരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താ കാരണം? നമ്മൾ വിശ്വാസികളായിരുന്ന അവസരത്തിൽ നമ്മൾ ഒരു പെന്തക്കോസ് അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയ്ക്കുള്ളൊരു തെറ്റിദ്ധാരണ, ഈ പാപങ്ങളെ ഏറ്റുപറയുന്നത് ഒരു ഫാഷനബിളായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ പറയത്തില്ലേ, നമ്മൾ കുർബാനകളെ ചൊല്ലുമ്പോൾ പാപിയായ എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ ആവർത്തിച്ച് മെത്രാന്മാർ വരെ പറയും. നമ്മുടെ വിചാരം നമ്മുടെ പാപങ്ങൾ ദൈവം എന്നേക്കുമായി മോചിച്ചു തന്നെന്നാണ്. അവർ പറഞ്ഞത് തെറ്റാണെന്നാണ്. അവർ പറഞ്ഞത് തെറ്റാകുന്നത് ആണെങ്കിലാകുന്നതിൻ്റെ കാരണം അവർ പാപമോചനം പ്രാപിക്കാതെ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവർ യഥാർത്ഥ പാപമോചനം പ്രാപിക്കാതെ, ക്രിസ്തുവിലൂടെയുള്ളതായ പാപമോചനം പ്രാപിക്കാതെ അവരിത് ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ആവർത്തനം അർത്ഥശൂന്യമാകുന്നത് എന്നതുകൊണ്ട് പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ അനുദിനം അവരുടെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയേണ്ടെന്ന് വചനം പറയുന്നില്ല, അല്ലേ? യോഹന്നാൻ എന്താ പറയുന്നത്? നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പോൾ യോഹന്നാൻ ആർക്കാ ഈ ലേഖനം എഴുതിയത്? സഭയ്ക്ക് എഴുതിയ ലേഖനമോ? അപ്പോൾ നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്യുന്നു? ദൈവത്തോട് പാപം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതികരമല്ല അപ്രീതി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദൈവഹിതത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നുണ്ട്. അവിടെയാണ് എന്തിൻ്റെ ആവശ്യം? വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യം. മനസ്സിലായോ? അപ്പോൾ ചില സഭകളിൽ ഇത് രണ്ടായിട്ട് കാണും. എങ്ങനെയാണെന്നറിയാമോ? ഇത് രണ്ട് പടിയായിട്ട് കാണും.
അതുകൊണ്ടാണ് നമ്മുടെ ഇടകളിലൊക്കെ, നിങ്ങൾ പഴയ പെന്തക്കോസുകാരാണെങ്കിൽ അറിയാം, കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. കാത്തിരിപ്പ് യോഗം എന്തിനാണ് നടത്തുന്നത്? ഇന്ന് അഭിഷേകത്തിന് വേണ്ടി നടത്തുന്ന യോഗങ്ങളെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് കാത്തിരിപ്പ് യോഗങ്ങളെന്നാണ്. എൻ്റെയൊക്കെ ചെറിയ കാലങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ. അതായത് കാത്തിരിപ്പ് യോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാപങ്ങളെ ഏറ്റുപറയാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും ഒക്കെയുള്ള ഒരു അനുഭവമാണ്. ഇത് ചെയ്തു വരുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ എന്തുണ്ടാകുന്നു? ദൈവത്തിൻ്റെ വലിയ ആത്മപകർച്ച സംഭവിക്കുന്നു. ആരുടെ മീതെ? സ്വയം രക്ഷിക്കപ്പെട്ടവരാ സമർപ്പിക്കുന്ന, പുതുതായി സമർപ്പിക്കുന്നവർ പാപമോചനം ത്തിനായി അവരെ തന്നെ വിശുദ്ധീകരിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായി? സാങ്ക്ടിഫിക്കേഷൻ മീറ്റിങ്സ് എന്നാണ് ഇവിടെ പറയുന്നത്, മറ്റ് പല രാജ്യങ്ങളിലൊക്കെ പറയുന്നത് വിശുദ്ധീകരണത്തിനുള്ളതായ മീറ്റിങ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് എന്ത്? ദൈവാത്മാവിനാൽ നിറയപ്പെടുകയോ പുതുക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അനുഭവം സംഭവിക്കുന്നത്. ഇന്ന് അത്തരം മീറ്റിങ്സ് ഇല്ല. ഇന്ന് അത്തരം മീറ്റിങ്സ് ഉണ്ട്, പക്ഷേ ആത്മപകർച്ചയ്ക്കുള്ള മീറ്റിംഗ് ഉണ്ട്. പക്ഷേ അവിടെ നടക്കുന്നത് ഒരുപാട് പാട്ടും പ്രസംഗങ്ങളും പാട്ടും, ആ പാട്ടിൻ്റെയും താളത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും അന്യഭാഷ പറയും ആൾക്കാർ. പക്ഷേ അതിൻ്റെ മുമ്പുള്ള ഒരു കാര്യം നടക്കില്ല. എന്താ കാര്യം? ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ? പാപങ്ങളെ ഏറ്റുപറയുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുന്ന അനുഭവം, പുതുതായി ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്ന അനുഭവം. ഇത് രണ്ടും കൂടെ ആയാലേ എന്താവുന്നുള്ളൂ? ശുദ്ധീകരണമാവുന്നുള്ളൂ. ഈ വിശുദ്ധീകരണത്തിന് വർഷത്തിലൊരിക്കൽ കാത്തിരിക്കേണ്ട. ഇന്നിപ്പോൾ അങ്ങനെ അടുത്ത് മീറ്റിങ്സ് ഇല്ല. വിശുദ്ധീകരണത്തിനുള്ള മീറ്റിംഗ് ഇല്ല. ആരോടും പാപങ്ങളെ ഏറ്റു പറയാൻ പറയത്തില്ല, അല്ലെങ്കിൽ സ്വയം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താഴ്ത്താൻ പറയാറില്ല. ഒരാൾക്കും കണ്ണീരുണ്ടാകാറില്ല, ഒരാൾക്ക് ആത്മതപനം ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല ഞാൻ. പക്ഷെ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം. അല്ലാത്തവരാണ് ഞാൻ ശക്തി പ്രാപിച്ചു, ആത്മാഭിഷേകം പ്രാപിച്ചില്ലെന്ന് പറയുന്ന കാര്യം. ഒരു സുപ്രധാനമായ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ എനിക്ക് പരിചിതമായ ഒരു കഥ ഞാൻ ഓർക്കാറുണ്ട്. അത് ആത്മകഥയിൽ നിന്ന് പാസ്റ്റർ കെ ഇ എബ്രഹാം എന്ന് പറയുന്ന ദേവദാസൻ്റെ ആത്മകഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള. പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു കാത്തിരിപ്പ് യോഗം ഒരു സഭയിൽ നടക്കുകയായിരുന്നു. ആ യോഗം നടക്കുന്ന അവസരത്തിൽ പല ദിവസങ്ങളായിട്ട് പലരും വരികയും പാപങ്ങളെ ഏറ്റുപറയുകയും രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ടവർക്ക് വിശ്വാസത്തിൽ രക്ഷയുടെ ഉറപ്പ് അവർ പ്രാപിക്കുകയും ഒക്കെ ചെയ്തു. പലരും അഭിഷേകം പ്രാപിച്ചു. പക്ഷേ ഒരു മനുഷ്യൻ എത്ര ദിവസം വന്നിട്ടും അയാൾക്ക് ഈ ഒരു വലിയ കൃപ ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം അയാൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലൊക്കെ ഇരിക്കുന്നവരെ ഈ ആത്മാവിൻ്റെ അനുഭവം പ്രാപിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് അതിന് കഴിയുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അയാൾ ഒരുപാട് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അയാൾക്കൊരു ദർശനം അവിടെ വെച്ചുണ്ടായ ദർശനം എന്ന് പറയുന്നത്, അയാൾ നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ ഒരു പശുക്കിടാവിനെ കണ്ടു ദർശനത്തിൽ. അപ്പോൾ പ്രാവശ്യം കണ്ടു. ഉടൻ തന്നെ അയാൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട്, ഇച്ചിരി മധ്യവയസ്കനായ മനുഷ്യനാണ്, ചാടി എഴുന്നേറ്റിട്ട് അയാൾ വീട്ടിൽ പോയി. കൊടയെടുത്ത് നേരെ വീട്ടിൽ പോയിട്ട് ആൾ തിരിച്ചു വന്ന് അവിടെ ഇരുന്ന നിമിഷത്തിൽ അയാൾ അഭിഷേകം പ്രാപിച്ചു. എന്തായിരുന്നു ഈ പശുക്കിടാവിൻ്റെ കാര്യം? പശുക്കിടാവിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ നീ എന്നെ മാത്രം വിട്ടിട്ട് അവിടെയും വിട്ട് മുന്നിലും പുറകിലും ഞാൻ മാത്രം, ഇതെനിക്കിതിൽ ഈ അനുഭവത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, എന്താണ് തടസ്സമെന്ന് ചോദിച്ചപ്പോൾ ദൈവം അയാൾക്കൊരു പശുക്കിടാവിനെ കാണിച്ചു കൊടുത്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് അയാൾ ഒരു ചെറുപ്പക്കാരനായിരുന്ന കാലത്ത് അയൽക്കാരൻ്റെ പശു കുട്ടി ഇവരുടെ പറമ്പിലേക്ക് കയറി.
അന്നേരം ആ പശുക്കുട്ടിയെ ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അതിൻ്റെ മർമ്മത്ത് കൊണ്ടു, അത് ചത്തുപോയി. ചത്തുപോയപ്പോൾ ആ വീട്ടിലാരുമില്ല, അയൽപ്പക്കത്തെ വീട്ടിലും ആരുമില്ല. അദ്ദേഹം ഒരു കുഴിയെടുത്ത് ഈ പശുക്കിടാവിനെ എന്ത് ചെയ്തു? അടക്കി, കുഴിച്ചിട്ടു. കുഴിച്ചിട്ട് എല്ലാവരും നോക്കി, പശുക്കിടാവിനെ കാണാനില്ല എന്നും പറഞ്ഞ് എല്ലാവരും പോയി തിരയുന്ന സമയത്ത് പുള്ളിയും കൂട്ടത്തിൽ ഒന്നും അറിയാത്ത പോലെ തിരയാൻ പോയി. ആ അകൃത്യം ഇതുവരെയും മറഞ്ഞു കിടക്കുക, ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ കുറ്റബോധം പുള്ളിയൊക്കെ ഇടയ്ക്കൊക്കെ 10, 20, 25 വർഷമായിട്ടും പുള്ളിക്ക് എന്തുണ്ട്? ഇടയ്ക്ക് ഈ കുറ്റബോധം വരാറുണ്ട്. പക്ഷെ അന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച അവസരത്തിൽ ദൈവം അയാൾക്ക് പശുക്കിടാവിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഉടനെ അയാൾക്ക് മനസ്സിലായി, എന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരാതിരിക്കുന്നതിൻ്റെ കാരണം ഈ മറഞ്ഞു കിടക്കുന്ന പാവമാണ്. ഉടൻ ആ യോഗത്തിൻ്റെ ഇടയ്ക്കിൽ നിന്ന് മധ്യത്തിൽ വെച്ച് അതിലിറങ്ങിപ്പോയി അയൽക്കാരനോട് പറഞ്ഞു, പല വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ പശുക്കിടാവ് ഞങ്ങളുടെ പറമ്പിലേക്ക് കയറിയപ്പോൾ ഞാനതിനെ കല്ലെറിഞ്ഞു, അറിയാതെ ഓടിക്കാൻ വിചാരിച്ചതാണ്, പക്ഷേ അത് ചത്തുപോയി. ഞാനതിനെ മറവ് ചെയ്തു. അന്വേഷിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ ആ കുറ്റം സമ്മതിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയാതെ ഞാനും നിഷ്കളങ്കത നടിച്ച് നിങ്ങൾ അതിനെ കൂടെയൊക്കെ നടന്നു. ഒരു കാര്യമുണ്ട്, അതെന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ പശുക്കിടാവിൻ്റെ ഇന്നത്തെ വില എന്താണെങ്കിൽ അത് തന്നു തീർക്കാൻ ഞാൻ തയ്യാറാണ്. കൊടുത്തോ വാങ്ങിച്ചോ എന്നുള്ളതൊന്നും പ്രസക്തമല്ല. പ്രസക്തമായ വിഷയം എന്താ? അത് ഏറ്റുപറഞ്ഞെന്നുള്ളത്. അത് ഏറ്റുപറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ദൈവം അയാളെ സന്ദർശിച്ചു, അയാളിൽ തൻ്റെ അനുഗ്രഹങ്ങളെ പകർന്നു. ഇതിൻ്റെ പേരാണ് സാങ്ക്ടിഫിക്കേഷൻ. പരിശുദ്ധാത്മ പകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ നടക്കേണ്ട കാര്യമാണ്. എന്ത്? സാങ്ക്ടിഫൈ യുവർ സെൽഫ്സ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. പക്ഷേ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ എന്നുള്ള പ്രക്രിയ ആരാണ് സാധ്യമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒന്ന് യോഹന്നാൻ 1:7 വായിക്കാം. നമ്മൾ ഇതുവരെ വായിച്ചില്ല. യെസ്, ശുദ്ധീകരിക്കുന്നു. അതിനോട് ചേർന്ന് എബ്രായ ലേഖനം 10:14 കൂടെ ഒന്ന് വായിച്ചേ. ഹീബ്രൂസ് 10:14. മതി. അവിടുത്തെ ആ പദപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്, ഹു ആർ ബീയിങ് സാങ്ക്ടിഫൈഡ് എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? സാങ്ക്ടിഫിക്കേഷൻ ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ്, വൺ ടൈം ഈവൻറ്റ്, ബട്ട്സ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീർന്നില്ല. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പം അതിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് നാം പുത്രന്മാരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അഷ്വറൻസ് ഓഫ് സാൽവേഷൻ നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരെ സാങ്ക്ടിഫിക്കേഷനിലേക്ക് നടത്തുക, വിശുദ്ധീകരണം എന്ന പ്രക്രിയയിലേക്ക് നടത്തുകയാണ്. അതാരുടെ ശുശ്രൂഷയാണ്? പരിശുദ്ധ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. നമ്മൾ എത്ര പ്രസംഗം കേട്ടതുകൊണ്ടൊന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല, വിശദീകരിക്കപ്പെടാൻ പോകുന്നില്ല. വിശദീകരിക്കപ്പെടുന്നെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, പുത്രീപുത്രന്മാരാണ് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. എങ്കിൽ മാത്രമേ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരാകണമെന്നുള്ള വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാകുള്ളൂ. അതൊരു വാഞ്ചയാണ്, അതൊരു ഡിസയറാണ്, അതൊരു ഏർജാണ്, എന്നുവെച്ചാൽ ഒരു വ്യഗ്രതയാണ്. എങ്കിലേ ക്രിസ്തീയ ജീവിതം എന്താകുന്നുള്ളൂ? ക്രിസ്തീയ ജീവിതം ആകുന്നുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ
പ്രവർത്തനം. നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഈ 2 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഏതാ? ആത്മാവിൻ്റെ ഫലവും. ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ഇവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാൻമാർഗിക ഗുണങ്ങളാണ് ഇവിടെ പറയുന്ന 9 കാര്യങ്ങൾ. വേറൊന്നുമല്ല. പിന്നെ 4-മത്തേതും അവസാനത്തേതുമായ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു. ഹോളി സ്പിരിറ്റ് empowers the believers for holy living and witnessing. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധ ജീവിതത്തിനും സാക്ഷീകരിക്കുന്നതിനും നമ്മെ എന്ത് ചെയ്യുന്നു? ശക്തീകരിക്കുന്നു. എംപവറിങ് ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥന, വചനധ്യാനം, ആക്ട്സ് ഓഫ് മേഴ്സി, കരുണാപ്രവർത്തനങ്ങൾ, സുവിശേഷീകരണം, ഇതിനൊക്കെ നമ്മെ സഹായിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. ഓരോ വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ ഓരോ അധ്യായങ്ങളും നമ്മൾ അടർത്തിയെടുത്ത് പഠിച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നൽകപ്പെട്ടപ്പോൾ അവരിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തീകരണം നമ്മൾ പറയും അത് മിഷണറി പ്രവർത്തനമാണെന്ന്. അത് മാത്രമല്ല, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് മാത്രമല്ല. പരിശുദ്ധാത്മാവിൻ്റെ എംപവർമെൻറ്റ് അന്ന് മാളിക മുറിയിൽ ഉണ്ടായപ്പോഴാണ് വിധവമാരെ കരുതാൻ അവർക്ക് പ്രേരണയുണ്ടായത്. ആ എംപവർമെൻറ്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്തുണ്ടാകില്ലായിരുന്നു? വിധവമാരെക്കുറിച്ച് അവർ ചിന്തിക്കത്തില്ലായിരുന്നു. ടേക്കിംഗ് കെയർ ഓഫ് ദ വിഡോസ്, അത് എംപവർമെൻറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ മുന്നോട്ട് വായിച്ചാൽ ഡോർക്കാസ്, അവൾ മറ്റ് വിധവമാർക്ക് വസ്ത്രം നയിച്ചു കൊടുക്കുകയായിരുന്നു.